പിന്നെ ഞങ്ങൾ മറ്റേ വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഡ്രോൺ ഷോട്ടില് നാസിക്ക് ഡ്രോൺ ഉണ്ടായിരുന്നു. നാസിന്റെ ഡ്രോണിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. നാസി ഓ ഡ്രോണിന്റെ സ്റ്റോറി, ഡ്രോൺ മിസ്സായ സ്റ്റോറിയാണ്. അതെ അത് പറയും. ഞങ്ങള് ഓൾ ക്യാമ്പ് ട്രിപ്പ് അടിച്ചിരുന്നു. ക്യാമറ പറഞ്ഞു ഞാന് ഇവിടെ ലണ്ടനിൽ വീണ്ടും വൻ ഹമ്പിൾ ആയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം, ഇവന് ഓൾ കാനഡ ട്രിപ്പ് അടിച്ചു. അതായത് അങ്ങനെ ഞാന് ഒൻറ്റാരിയോന്ന് ഇപ്പോ സ്റ്റഡീസ് കഴിഞ്ഞു, ഒരു 1 year വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ BC എന്ന് പറഞ്ഞ വേറെ പ്രൊവിൻസിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഇവിടുന്ന് ഡ്രൈവ് ചെയ്യാൻ 3800 സംതിങ് അത്രയും ഡ്രൈവ് ചെയ്യാണ്ട്. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അങ്ങോട്ട് മൂവ് ചെയ്യാം. അപ്പൊ ഒരു റോഡ് ട്രിപ്പ് ആയിട്ട് പോവാന്നുള്ള രീതിയിൽ ഞാനൊരു 400 എടുത്ത് ഒരു SUV, എന്നിട്ട് എന്റെ ഉള്ള ഒരു ട്രക്ക് ഉണ്ടായിരുന്നു, അപ്പൊ അത് സെല് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ. അപ്പോ കസിൻ അൻസാൽ എന്റെ കൂടെ കൂടി പറഞ്ഞ എടാ ഈ റോഡ് ട്രിപ്പ് പോകണം, എന്നാ ഞാനുണ്ട് എന്നുള്ള. അന്നൊക്കെ നമുക്ക് ഒരുമിച്ച് പോവാ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഏതായാലും പോവല്ലേ, എന്നാ പിന്നെ നമുക്ക് കാനഡ എല്ലാ പ്രൊവിൻസും കവർ ചെയ്ത് അങ്ങ് പോവാന്നുള്ള രീതി. കാനഡയിൽ 11 സ്റ്റേറ്റ്സ് ഉള്ളത്. അതിൽ എത്ര സ്റ്റേറ്റ്സ് നീ പോയി? 10 പ്രൊവിൻസസും പിന്നെ 3 ടെറിട്ടറീസും ഉള്ളത്. ടെറിട്ടറീസ് അങ്ങോട്ട് നോർത്തേക്ക് അത് കവർ ചെയ്തില്ല, ബാക്കി 10 പ്രൊവിൻസ് ഞങ്ങൾ കവർ ചെയ്തു. അല്ല 10 പ്രൊവിൻസ് പോയി. 10 പ്രൊവിൻസ് ഉള്ളത്, 3 ടെറിട്ടറീസ് ഉള്ളത്. അപ്പൊ ഇവരെന്നിട്ട് റോഡ് ട്രിപ്പ് കാറിൽ തന്നെ ബാക്ക് സീറ്റ് ഒക്കെ മടക്കി അവിടെ ഒരു വുഡിന്റെ സെറ്റപ്പ് ആക്കിയിട്ട് അതിന്റെ മുകളിൽ മാട്രസ് ഇട്ടിട്ട് ഒറ്റ ദിവസം ഹോട്ടൽ റൂം ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങള് വണ്ടിന്റെ അകത്ത് തന്നെ ഒരു ബെഡ് പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിരുന്നു, എന്നിട്ട് അതിൽ കിടന്നു. അല്ലെങ്കിൽ നല്ല വെതർ ആണെങ്കിൽ പുറത്ത് ടെന്റ് അടിച്ച് കിടക്കും. അങ്ങനെ പോയിരുന്നത് ബഡ്ജറ്റ് ട്രിപ്പ് ആയിരുന്നു. എല്ലാ ചെക്കന്മാരുടെ ഒരു ഡ്രീമായി വെക്കുന്ന ഒരു സംഭവം കാര്യങ്ങളൊക്കെ. പിന്നെ ബഡ്ജറ്റ് ട്രിപ്പ് എന്ന് പറയുമ്പോ ഫുഡും അങ്ങനെ തന്നെ ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യും, ചെറുതായിട്ട് ചെറിയ സ്റ്റൗവും ഇതൊക്കെ ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നത് സബ്വേ ആണ്. സബ്വേ എല്ലാ മെയിൻ സിറ്റീസിലും എല്ലാ ടൗണിലും ഒക്കെ സബ്വേ ഉണ്ടാവും. അപ്പൊ ഞങ്ങള് ഒരു ദിവസം ഒരു സബ്വേ ആണ്. അഞ്ചാലിനൊക്കെ പറഞ്ഞാൽ ശരിക്കും നല്ല ഫുഡ് കഴിക്കുന്ന ആളാണ്. പക്ഷെ ട്രിപ്പ് ഒക്കെ തുടങ്ങിയപ്പോണ്ടല്ലോ ഒരു സബ്വേ, ഒരു ദിവസം ഒരു ഫുഡ് ലോഗ് അത്രേ ഉള്ളു. പിന്നെ ട്രിപ്പ് കഴിഞ്ഞപ്പോ മച്ചാൻ തടി കുറഞ്ഞു വന്നു. തടി കുറയാലൊന്നും ഇവിടെ പറയണ്ട. അപ്പൊ അങ്ങനെ ഇവര് ഫുള്ള് റോഡ് ട്രിപ്പ്, അതിലുണ്ടായ ഒരു സ്റ്റോറിയാണ് നാസി പറയുന്നത്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഡ്രോൺ മിസ്സായി ഞങ്ങൾക്ക്. ഞങ്ങൾ അത് നോവാസ്കോഷ്യയിലാണ്. നോവാസ്കോഷ്യ ഒരു പ്രോവിൻസ് ആണ് ഇവിടുത്തെ. നോവാസ്കോഷ്യ പ്രോവിൻസ് ഈസ്റ്റില്. അപ്പൊ അവിടെ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി. അപ്പൊ ഒരു ഭയങ്കര ക്ലിഫാണ്, ക്ലിഫ് വിത്ത് ബീച്ച്. ഇങ്ങനെ താഴെ ഭയങ്കര ഹൈറ്റിൽ ഞങ്ങൾ നിൽക്കുന്നത്, ഒരു 100 meters ക്ലിഫാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഡ്രോൺ പറത്തി. അപ്പൊ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. ഞാന് ഇങ്ങനെ ഒരു ക്ലൗഡ് ഫോർമേഷൻ കണ്ടു. അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറച്ച് എക്സ്പെരിമെന്റ് നടത്തി. റെഡ് ബുള്ളിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ അങ്ങനെ ചെയ്തു നോക്കിയതാ. പക്ഷെ പെട്ടെന്ന് ചാർജ് കുറഞ്ഞ അങ്ങനെ ശ്രദ്ധിച്ചില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് 1 kilometer ദൂരെയാണ് ഡ്രോൺ. എന്റെ ചെറിയ മിനി ഡ്രോൺ ആയിരുന്നു, മറ്റേ മാവിക് മിനി. അപ്പൊ ഞാൻ പിന്നെ തിരിച്ചിങ്ങോട്ട് പറത്താൻ തുടങ്ങിയിട്ട് പിന്നെ മനസ്സിലായത് ഇങ്ങോട്ട് എത്തൂല, ചാർജ് അങ്ങനെ കുറയാ. ഇങ്ങനെ ഞങ്ങൾ ക്ലിഫിലാണ് നിൽക്കുന്നത്, അതിങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞു ഒരു 5% ആയി കഴിഞ്ഞപ്പോ അത് ക്രിട്ടിക്കൽ ലാൻഡിങ് ആയി, ഓട്ടോമാറ്റിക് ലാൻഡ്. അപ്പൊ അത് എവിടെ ഉള്ളത്, അത് അവിടെ ലാൻഡ് ആവും. സോ ഞങ്ങളെ ക്ലിഫിന്റെ മേലുള്ള ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയില്ല. അപ്പോ ബീച്ചിന്റെ ആ ഭാഗത്ത് താഴത്തേക്ക് അങ്ങ് പോയി, ഓട്ടോമാറ്റിക് അങ്ങ് പോയി. അത് ലാൻഡ് ആവണതിന്റെ മുന്നേ ബാറ്ററി ഒന്ന് വീഴും ചെയ്തു, താഴത്തേക്ക് വീണു. അപ്പൊ ഞങ്ങൾ വെച്ചു അയ്യോ ഡ്രോൺ പോയി, ഇനിയിപ്പോ എങ്ങനെയെങ്കിലും താഴത്തേക്ക് ഇറങ്ങണം. സാൻഡിലാണോ അതോ വാട്ടറിലോ അത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. താഴത്തേക്ക് പോയി, ചിലപ്പോ ബീച്ചിലാവാം അല്ലെങ്കിൽ സാൻഡിലാവാം. സാൻഡില്ല, അവിടെ ഫുൾ കല്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, എങ്ങനെയെങ്കിലും താഴേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടോ. അത് നിൽക്കുന്ന സ്ഥലത്തൊന്നും ഒരു രക്ഷയില്ല. ഞങ്ങള് കൊറേ ഒക്കെ റിസ്ക് എടുത്ത് ഇറങ്ങാം, പക്ഷെ ഭയങ്കര സീനായിരുന്നു. ഞങ്ങള് പുറത്തേക്ക് കുറെ നടന്നിട്ട് അവിടുത്തെ ഒരു ലോക്കലിനോട് ചോദിച്ചു ഇങ്ങനെ സംഭവിച്ചു, എന്താ ചെയ്യാ. അപ്പൊ ഇതാണെങ്കിൽ ഒരു ഹോണ്ടഡ് ഏരിയ, താഴത്തേക്ക് പോകാൻ ഒരു വഴിയില്ല. എന്നിട്ട് ഞങ്ങള് ഒരു പക്ക കൊക്കയാണ്, കേപ്പ് സ്പ്ലിറ്റ് എന്നാണ് ഈ സ്ഥലത്ത് പേര്, ഞങ്ങൾക്ക് അടിച്ചാൽ കിട്ടും. അപ്പൊ എന്നിട്ട് ആ ലോക്കൽ പറഞ്ഞു ഒരു സ്ഥലം ഉണ്ട്, പക്ഷെ അധികാരം പോക്കൊന്നുമില്ല അത് താഴേക്ക് എത്താന്. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഗൂഗിളിൽ കുറെ റിസർച്ച് ചെയ്തു. എന്തോ ഒരു പേര് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അത് റിസർച്ച് ചെയ്തപ്പോ കുറെ ഗൂഗിൾ കോർഡിനേറ്റ്സ് കിട്ടി. ഈ കോർഡിനേറ്റ്സ് കിട്ടിയിട്ട് ഞങ്ങൾ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു അറ്റത്തെ ക്ലിഫ് എത്തും. എന്നിട്ട് അവിടുന്ന് റോപ്പൊക്കെ ഇട്ടിട്ട് താഴേക്ക് ഇറങ്ങണം. അപ്പൊ ഞാൻ വിചാരിച്ച്
പോയി നോക്കാൻ അന്ന് അപ്പൊ ഓൾറെഡി ഇരുട്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു സീൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴെയുള്ള വാട്ടർ ഉണ്ടല്ലോ അത് ഹൈ ടൈഡ് ലോ ടൈഡ് ആകുമ്പോ ഹൈ ടൈഡിന് നല്ല മേലേക്ക് വരും, ലോ ടൈഡ് ആകുമ്പോൾ നല്ല താഴേക്ക് പോകും. അപ്പൊ ഞങ്ങൾ ലോ ടൈഡിന്റെ ടൈമിൽ പോകണം. ഹൈ ടൈഡിന് പോയാൽ ഞങ്ങൾക്ക് ബീച്ചിൽ നടക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് 3 കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങൾ ഇറങ്ങുക. എന്നിട്ട് 3 കിലോമീറ്റർ ആ കല്ലിൽ കൂടെ നടന്നിട്ട് ഡ്രോൺ ഉള്ള സ്ഥലത്ത് എത്തുള്ളൂ. പിന്നെ ഈ ഡ്രോണിന്റെ ലൊക്കേഷന് ഇതിൽ കാണും നമ്മളതില്. അങ്ങനെ ഞങ്ങള് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ഈ ലോ ടൈമിന്റെ ടൈമിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം ഒരു ദിവസം ഞങ്ങൾ അതിന് വേണ്ടി വെച്ചു. എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഹൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് റോപ്പ് താഴെ ഇറങ്ങിയപ്പോ ഹൈറ്റ് ടൈമില്ല, ലോ അങ്ങനെ സ്റ്റാർട്ട് ആകുന്നുള്ളൂ. ഞങ്ങളൊക്കെ നോക്കി ടൈം എപ്പോഴാണ് നോക്കി. ഞാൻ ലോ ടൈഡ് സ്റ്റാർട്ട് ആയി. ഞങ്ങൾ 3 കിലോമീറ്റർ നടന്നു. അവിടെ എത്തിയപ്പോ കാണാനില്ല, സാധനം കാണാനില്ല, ഒരു രക്ഷയില്ല. എന്നിട്ട് ഞങ്ങള് റോപ്പൊക്കെ ഇട്ട് ഇറങ്ങി. ഞങ്ങള് തലേന്ന് വന്നിട്ടോ. തലേന്ന് വന്നപ്പോ ഞങ്ങൾക്ക് സാധനം കിട്ടിയില്ല. അപ്പൊ വെച്ച് ഇനിയിപ്പോ എന്തായാലും ഇവിടെ നിന്നൊരു കാര്യമില്ല, നമുക്ക് വണ്ടി പോയി കിടന്നു ഇറങ്ങി പിന്നെ ഒന്നും കൂടെ നാളെ വരാൻ. അങ്ങനെ ഇറങ്ങിയത്. എന്നിട്ട് എന്ത് ചെയ്തു, ഇപ്പൊ കുറച്ച് ക്ലിഫിന്റെ മേലേക്ക് ഇങ്ങനെ നടന്ന് കേറി കൊത്തി പിടിച്ച് കയറി. അവിടെ കുറച്ച് കാടാണ്, പുല്ലേരിയൊക്കെയാണ്. അപ്പൊ അങ്ങോട്ട് കേറിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഭയങ്കര ക്ലിഫ് ഇങ്ങനെ ചെരിവാട്ടോ. ഞാനും അൻസാലും ഇങ്ങനെ കുത്തി പിടിച്ച് കുറച്ച് മേലെ കയറിയിട്ട് ഈ ഡ്രോണിന്റെ ലൊക്കേഷൻ നോക്കിയിട്ട് സൈഡിൽ കൂടെ പതുക്കെ രണ്ടുപേരും ഓരോ സൈഡിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇറങ്ങി. അങ്ങനെ അവസാനം ഒരു ലൊക്കേഷൻ എത്തിയപ്പോ സാധനം കിട്ടി. അങ്ങനെ കിടക്കുന്നു, നിലത്തിനെ കിടക്കും. ഞാൻ വെച്ച് ആ ഫുൾ മഴയൊക്കെ പെയ്തിരിക്കുന്നു, നനഞ്ഞിട്ട് ആകെ പോയി കിടക്കുക. ഞങ്ങള് സാധനം എടുത്തു, അങ്ങനെ ബ്രേക്ക് ഒന്നും ആയിട്ടില്ല, ഓക്കെയാണ്. പക്ഷെ ആ ടൈം ഞങ്ങൾ ഓൺ ആയില്ല, ബാറ്ററി കൂരി വെച്ചു. ഞങ്ങൾ ഫുൾ തുടച്ച് സെറ്റാക്കി. പിന്നെ ഞങ്ങൾ അവിടുന്ന് കയറിപ്പോയി. പിന്നെ ഞങ്ങൾ കുറെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഒരു ടിം ഹോട്ടൽസ് പോയിട്ട് എയർ ഡ്രയർ ഒക്കെ കൈ വെക്കുന്ന എയർ, അതില് ഞങ്ങള് നല്ല ഡ്രൈ ഒക്കെ ചെയ്തിട്ട് ഞാനാണ് ഓണാക്കിയ. സാധനം ഓണായി. അത്രയും കഷ്ടപ്പെട്ട്. മെയിൻ എന്താ വെച്ചാൽ ഡ്രോൺ മിസ്സാവുന്നല്ല, ഇത്രയും ഇതിൽ ഞങ്ങൾ ട്രാവൽ ചെയ്ത ഡാറ്റ അതിലാണ്. ഞങ്ങൾ ഡ്രോൺ ഷോട്ട്സ് മൊത്തം അതിലാണ്. അപ്പൊ അതായത് ഞങ്ങൾക്ക് മെയിൻ. ഡ്രോൺ മിസ്സായാലും അത്ര പ്രശ്നം ഉണ്ടായില്ല, ആ ഡാറ്റ മൊത്തം മിസ്സാവുന്നുള്ള ഒരു ഇത് കൂടെ. ഡാറ്റ മിസ്സായില്ലേ? ഇല്ല, കിട്ടി.